നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു അല്ലെ? ഇനി എന്താണ് അടുത്ത ഘട്ടം? നമ്മൾക്ക് അപേക്ഷ അയക്കണം. അപ്പൊ കേട്ടിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടറ്റിനായി തയ്യാറെടുക്കുന്ന, കേട്ടറ്റ് പരീക്ഷ എഴുതാനിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ കേട്ടറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. കേട്ടറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസൃതമായിട്ടുള്ള ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ അല്ലെ? ഇനിയുള്ള 60 ദിവസം കൃത്യമായി തന്നെ പഠിക്കണം. വരുന്ന ഫെബ്രുവരി 21, 23 തീയതികളിലാണ് നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കേട്ടറ്റിന്റെ പരീക്ഷ വരാനായിട്ട് ഇരിക്കുന്നത്. അതായത് ഇന്നലത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം. അപ്പോൾ ആ ഒരു സാഹചര്യം തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് 60 ദിവസമാണ് നമുക്ക് മുൻപിലുള്ളത്. പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം, നല്ല രീതിയിൽ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണം. കാരണം സമയപരിമിതി ഒരുപാടുള്ള ആളുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. കഴിഞ്ഞ 10 കേട്ടറ്റിലായിട്ട് 7000ഓളം പേരെ വിജയിപ്പിച്ച സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ സ്പെഷ്യൽ കേട്ടറ്റിൽ 100% വിജയം നേടിയെടുത്ത ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ വരുന്ന പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് 58% ആണ് ഓഫ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക, ഇന്ന് തന്നെ പഠനം ആരംഭിക്കാം. ഓക്കെ അല്ലെ? കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ഞാൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് നമ്മൾ കേട്ടറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിൻഡോ ആണിത്. ഓക്കെ, ഇതിൽ കേട്ടറ്റ് ഡിസംബർ 2025 നോട്ടിഫിക്കേഷൻ എന്നുള്ളതുണ്ട്, ഡൗൺലോഡ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്നലെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് ചെയ്ത വീഡിയോയിൽ തന്നെ ക്വാളിഫിക്കേഷൻ അടക്കം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക കേട്ടോ. ദെൻ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ ഓൺലൈൻ submission of the applications, applicants are advised to carefully go through the notification, general information and guidance എന്ന് തരുന്നുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ്. ഫൈനൽ പ്രിന്റ് ഔട്ട് 30-ാം തീയതി എടുക്കാം. നിർബന്ധമായും ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചിരിക്കണം. ഹോൾ ടിക്കറ്റിന്റെ സമയത്ത് അയ്യോ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് പിന്നെ കാര്യമില്ല. സോ ഫൈനൽ പ്രിന്റ് ഔട്ട്. ദെൻ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ത്രൂ വെബ്സൈറ്റ്. അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ്. അതേപോലെ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് 21-ാം തീയതിയും 23-ാം തീയതി ആയിരിക്കും, മറക്കരുത് കേട്ടോ. അതേപോലെ കാറ്റഗറി 1ന്റെ പരീക്ഷ 21 രാവിലെയും കാറ്റഗറി 2ന്റേത് 21-ാം തീയതി വൈകുന്നേരം ആണ് വരുന്നത്, 2 to 4:30. കാറ്റഗറി 3ന്റെ 23-ാം തീയതി തിങ്കളാഴ്ച കാലത്തെ 10 മുതൽ 12:30 വരെയും കാറ്റഗറി 4ന്റെ പരീക്ഷ വരുന്നത് 23-ാം തീയതി 2 മുതൽ 4:30 വരെയാണ്. ഓക്കെ, 2.5 മണിക്കൂറായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുക. ദെൻ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ്സ് ലോഗിൻ, ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ് തരുന്നുണ്ടാവും. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് റീഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻസ് ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓൺ ഓൺലൈൻ സബ്മിഷൻ ഫോർ ദ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കോളം. മൂന്നാമത്തേത് ഫോട്ടോകോപ്പി, സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതായത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 150x200 പിക്സൽ സൈസ് വരുന്ന, അല്ലെങ്കിൽ 20 മുതൽ 30 KB സൈസ് വരുന്ന നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കൊണ്ടുപോവേണ്ടത്. അതിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. സെൽഫി അനുവദനീയമല്ല. റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് 6, 7, 10 വർഷം മുൻപിലേക്കുള്ള ഫോട്ടോസ് കൊണ്ടുപോകരുത്. റീസെന്റ് ഉള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 20 to 30 KB 200 പിക്സലുള്ള ഫോട്ടോസ് കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 3 കോളംസ് നമ്മൾ കൊടുത്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പൊ വരുന്ന വിൻഡോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വെദർ എംപ്ലോയിഡ് ആസ് ടീച്ചർ എന്നൊരു കോളം വരുന്നുണ്ട്. സർവീസിലുള്ള അധ്യാപകരാണെങ്കിൽ
ഇവിടെ എസ് എന്നാണ് കൊടുക്കേണ്ടത്. അങ്ങനെ എസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ സ്കൂള് ഏത് ടൈപ്പിലുള്ളതാണ്, എയ്ഡഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഗവൺമെന്റ്, എയ്ഡഡ്, അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങളുടെ പെൻ നമ്പർ, ഡേറ്റ് ഓഫ് ജോയിനിങ്, നമ്മൾ ഏത് വർഷമാണോ നിങ്ങൾ ജോയിൻ ചെയ്ത് അത്, ദെൻ നെയിം ഓഫ് ദ സ്കൂൾ, സ്കൂളിന്റെ പേര് എന്താണ്, സ്കൂളിന്റെ പേരൊന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ്, കാറ്റഗറി 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നുള്ളത് കൊടുക്കുക. ദെൻ അതിനുശേഷം കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്, നമ്മൾ ഏത് ഡി ഓഫീസിന് കീഴിലാണ് പരീക്ഷ, നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജില്ല ഏതാണോ അത് കൊടുക്കുക. ദെൻ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, SSLC സർട്ടിഫിക്കറ്റ് പ്രകാരം ജെൻഡർ ഫീമെയിൽ ആണ്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം തന്നെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫോട്ടോയും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണം. ഓക്കെ ആണല്ലോ. അപ്ലോഡ് നമ്മുടെ റീസെന്റ് ഫോട്ടോ ആയിരിക്കണം. തന്നെ ഫസ്റ്റ് അപ്പിയറൻസിൽ SSLCയുടെ സർട്ടിഫിക്കറ്റ്സുകൾ, രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ കാര്യങ്ങൾ, ID പ്രൂഫ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ക്ലിയർ ആയോ? ഇത് നമ്മൾ എന്താണ്, സർവീസിലുള്ള അധ്യാപികയാണെങ്കിൽ സർവീസിലുള്ളവർക്കുള്ള പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ സർവീസിലുള്ള ആളല്ല എന്നിരിക്കട്ടെ, അപ്പൊ വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ എന്നുള്ളവിടെ എന്ത് ചെയ്യുക, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം എസ് കൊടുക്കുക, പ്രൈവറ്റ് സ്കൂളിലുള്ളവർ എസ് കൊടുക്കരുത്, അവർ നോ ആണ് കൊടുക്കേണ്ടത്. നോ കൊടുക്കുക. സെലക്ട് ദി കാൻഡിഡേറ്റ്, അതായത് പെൻ നമ്പറോട് കൂടി ആളുകൾ മാത്രം എസ് കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും നോ കൊടുത്തിട്ട് ഇതിൽ ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറി കൊടുക്കുക. ഇപ്പൊ ഞാൻ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2ഉം 3യും ആണെന്നിരിക്കട്ടെ. അതായത് LP സെക്ഷൻ ആണ് നമ്മൾ കാറ്റഗറി 1 ചൂസ് ചെയ്യുക. TTC, DED, DLED പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ കാറ്റഗറി 1 ആണ് ചൂസ് ചെയ്യേണ്ടത്. TTC, DED, DLED പ്ലസ് ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി 2 ചൂസ് ചെയ്യാം. ഇനി ഡിഗ്രി ഉണ്ട്, BEd ആണ് എന്നുണ്ടെങ്കിൽ 2 ആണെങ്കിൽ 2 ചൂസ് ചെയ്യാം, 3 ആണെങ്കിൽ 3 ചൂസ് ചെയ്യാം. 3 ഹൈസ്കൂളിലാണ് ബാധകമാവുന്നത്. ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ് ഏത് വരുന്നത്, ലാംഗ്വേജ് ടീച്ചേഴ്സ്, സ്വീയിങ്, ഡ്രോയിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെയുള്ളവർക്ക് കാറ്റഗറി 4 ആണ് ബാധകമാകുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വെറുതെ 2 എണ്ണമാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നമുക്ക് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം 4ഉം ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കാറ്റഗറി 1ന്റേത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് വന്നിട്ടുണ്ട്. കാറ്റഗറി 1ന്റെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കണം. അപ്പൊ നമുക്ക് അതിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ ഏതൊക്കെയാണ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷും മലയാളം ആയിരിക്കുമല്ലോ അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ടീഷൻ ആയിരിക്കും, ഇംഗ്ലീഷ് മലയാളം എന്നിങ്ങനെ അത് ചൂസ് ചെയ്തു. ദെൻ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് പാർട്ട് 3 ഏതാണ്, പാർട്ട് 2 ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കണം. ദെൻ അത് നമ്മൾ ചൂസ് ചെയ്യാണ്. നമുക്ക് ഏതാണ് ലാംഗ്വേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളം. അപ്പൊ മലയാളം ചൂസ് ചെയ്തു. പാർട്ട് 3 ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യണം. അത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ TTC, DED, DLED എന്ന് വെച്ചിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കുക. ഇനി SSLC, TTC ക്വാളിഫിക്കേഷൻ ബിഫോർ ദി ഇയർ ഓഫ് 2012 എന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക. PD ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, അതായത് SSLC വെച്ചിട്ടാണ് അവര് അപേക്ഷ അയച്ചിട്ടുണ്ടാവുന്നതും അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും 2012 മുമ്പുള്ള ആളുകൾ. അപ്പൊ അവരെന്ത് ചെയ്യുക, ആ ഓപ്ഷൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇന്നലെ ചോദിച്ച് 1-2 പേര് വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. അതല്ലാതെ +2 വിത്ത് TTC DED DLED ഒക്കെ ആണെങ്കിൽ ഇതാണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ചൂസ് ചെയ്യാം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനൽ ഇയർ BED DLED ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ ഓപ്ഷൻ ഡൂയിങ് ഫൈനൽ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അങ്ങനെ നമുക്ക് അതിൻ്റെതായ ഇക്വാലൻസി കൊടുക്കാനായിട്ട് സാധിക്കും. അത് കൊടുത്ത ശേഷം നിങ്ങളുടെ +2ലുള്ള രജിസ്റ്റർ നമ്പർ എത്രയാണ്, യൂണിവേഴ്സിറ്റി ബോർഡിലുള്ള രജിസ്റ്റർ നമ്പർ എത്രയാണ്, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇയർ ഓഫ് പാസിംഗ് ഏതാണ്, എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം അതേപോലെ TTCക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, DED DLED എന്നിവയ്ക്ക് എത്ര മാർക്കുകൾ ഉണ്ടായിരുന്നു, ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ട് ആയത്, എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ രജിസ്റ്റർ നമ്പർ ചോദിക്കുമ്പോൾ രീതിയിൽ നമ്മൾ ഏതാണോ അതിനനുസരിച്ച് അടിച്ചു കൊടുക്കുക. ദെൻ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് കൊടുക്കുന്നുണ്ട്, ഏതായിരിക്കും, +2 ആണെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി ബോർഡ് തന്നെ ആയിരിക്കും അല്ലെ. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ
അത് നമ്മൾ കൊടുത്തിട്ട് അതിനനുസരിച്ച് തന്നെ ചെയ്യാം. TTC, DEd, DLEd എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ TTC എവിടെയാണോ ചെയ്തത് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണോ അത് അടിച്ചു കൊടുക്കുക. കൃത്യമായി കൊടുക്കുക, തെറ്റിക്കരുത്. പിന്നീട് ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. ദെൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. ഓക്കെ, അതേപോലെ TTC, DEd, DLEd ഏത് സ്കൂളാണ് അല്ലെങ്കിൽ ഏത് കോളേജിലാണ് നമ്മൾ പഠിച്ചത് എന്ന് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുക്കുകയാണ്. ദെൻ നമ്മുടെ വർഷങ്ങള് അല്ലെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളെല്ലാം വരും. അതിലെന്ത് ചെയ്യാം, അതിൻ്റെ ഏത് വർഷമാണ് ഇത് വന്നേ, നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുന്ന വർഷം ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോ 2019 പാസെങ്കിൽ 2019. ദെൻ നിങ്ങൾ TTC കഴിഞ്ഞ വർഷം ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. TTC കഴിഞ്ഞ വർഷം ഏതായിരിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ അത് കൊടുത്തു, എന്നിട്ട് മാർക്ക് അവിടെ അടിച്ചു കൊടുത്തു. ദെൻ നമുക്ക് വരുന്നതിൽ അടുത്ത കാറ്റഗറി 1ന്റെ ഡീറ്റെയിൽസ് ഇത്രയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും പറ്റും. അല്ല, ഇനിയിപ്പോ കാറ്റഗറി 2 കൂടെ 2 കാറ്റഗറി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2ന്റെയും കൂടെ ഒരൊറ്റ ഫോമാണ്, ഒരൊറ്റ തവണയെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഒരു ഫോമിൽ തന്നെയാണ് 2 നമ്മൾ ചെയ്യുക. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, 4 ഒന്ന് ചൂസ് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ 2 അത് 2 ഒന്നിച്ച് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ വരുന്നുണ്ട്, അത് ചൂസ് ചെയ്യുക. എന്താണ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത് മാറി ചൂസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോവും, പിന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിനെ അർത്ഥമില്ലാതായി പോവും. പാർട്ട് 2 ലാംഗ്വേജും പാർട്ട് 3 ലാംഗ്വേജും മിനിമം ക്വാളിഫിക്കേഷനും കൊടുക്കണം. പാർട്ട് 2 നമുക്ക് ഏതാ വരുന്നത്? നമ്മൾ മലയാളം കൊടുത്തു, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷോ മലയാളമോ അത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഒന്ന് മലയാളം എന്ന രീതിയിൽ. തമിഴ് ചൂസ് ചെയ്യുന്നവരുണ്ട്, കന്നഡ ചൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അതാണ് നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കൺവീനിയന്റ് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതില് നമുക്ക് വരുന്നത് TTC, DEd, DLEd എന്നുണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്, ഹയർ സെക്കൻഡറി വരുന്നുണ്ട്, 4 ഇയർ ബാച്ചിലർ ഉണ്ട്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 50 മാർക്ക്. അങ്ങനെ നിങ്ങളുടെ ഡൂയിങ് ഫൈനൽ ഇയർ BEd അല്ലെങ്കിൽ DEd എന്നുള്ളത് ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളത് അടിച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ BA, BSc അതില് നമ്മളുടെ BScയില് രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. അതേപോലെ നമ്മൾ ഏതായിരുന്നു യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ എങ്ങനെ ഏതാണ് എന്നുള്ളത്, നമ്മുടെ കോളേജിന്റെ പേര് കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, ദെൻ നമ്മുടെ പെർസെന്റേജ് ഓഫ് മാർക്സ്. അതേപോലെ BEd നമ്മൾ ചെയ്ത വർഷം, അതിന്റെ രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി ഏതാണ്, ബോർഡ് ഏതാണ്, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇയർ ഓഫ് പാസിംഗ്, പെർസെന്റേജ് ഓഫ് മാർക്സ്. ദെൻ ഇനിയിപ്പോ അത്രയും ചെയ്ത് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ഫിൽ ചെയ്ത് വരികയാണ് കേട്ടോ. ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കാറ്റഗറി 3ന്റെ ഇതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക, ഓപ്ഷണൽ സബ്ജക്ട് എന്നും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നും തരുന്നുണ്ട്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കാറ്റഗറി 1ലും 2ലും ചെയ്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ഭാഷയിൽ വേണം എന്നുള്ളതല്ല അർത്ഥാക്കുന്നത്. കാറ്റഗറി 3യുടെ പരീക്ഷ ഇംഗ്ലീഷിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം, ആ പറയുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലാംഗ്വേജ് ആയി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ തമിഴാണോ കന്നഡയാണോ ഏതാണ് നിങ്ങൾ ലാംഗ്വേജ് ആയി ചൂസ് ചെയ്യാൻ. നമുക്ക് സൈക്കോളജി 40 മാർക്ക്, 30 മാർക്കിന് ഒരു ലാംഗ്വേജ്, പിന്നെ നിങ്ങളുടെ കോർ സബ്ജക്ട് ബാക്കി 80 മാർക്ക്. അതാണ് കാറ്റഗറി 3. ആ 30 മാർക്കിന്റെ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാനാണ്. മലയാളം ചൂസ് ചെയ്യുന്നവർക്ക് മലയാളം ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓപ്ഷണൽ സബ്ജക്ട്, ഇപ്പൊ നമ്മുടെ സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്ട് ഏതായിരിക്കാം? മാത്സ് ആവാം, നാച്ചുറൽ സയൻസ് ആവാം, ഫിസിക്കൽ സയൻസ് ആവാം, സോഷ്യൽ, കന്നഡ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അതിൽ നിങ്ങളുടേത് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളോട് ചോദിക്കും, ഒരു പോപ്പപ്പിന്റെ വരും, യു സെലക്ടഡ് സബ്ജക്ട് ഫോർ HSA ഫിസിക്കൽ സയൻസ്, കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിനല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് അവർ ഒന്നുകൂടെ ചോദിക്കും. അപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കണം. എന്നിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് BEd ചെയ്യുന്നവരാണെങ്കിൽ ഡൂയിങ് കൊടുക്കുക, മുൻപ് പറഞ്ഞ പോലെ. അതല്ല ഗ്രാജുവേഷൻ വിത്ത് BEd ആണെങ്കിൽ അത് കൊടുക്കുക. PG കൊടുക്കണം എന്നുള്ളവർക്ക് PG കൊടുത്തിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, ഇയർ ഓഫ് പാസിംഗ്, പെർസെന്റേജ് ഓഫ് മാർക്ക് എന്നിവ കൊടുക്കുക. ഓക്കെ, ദെൻ കാറ്റഗറി 4നും സെയിം തന്നെയാണ് വരുന്നത്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് മലയാളം എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റുക, അത് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഹിന്ദി, അറബിക്, മ്യൂസിക്, PT അങ്ങനെയുള്ള PEd,
കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഏതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ ഇതേപോലെ ചോദിക്കും, യു സെലക്ടഡ് സബ്ജക്ട് സ്വീയിങ് എന്ന് ചോദിക്കും. അല്ല നമുക്ക് പദത്തിൽ അങ്ങനെ തെറ്റിപ്പോയെങ്കിൽ, ഓക്കെ, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ, മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതന്നെ അല്ലേ എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ കൺഫേം ചെയ്ത് കൊടുക്കുക. മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നോക്കുക, ഡിഗ്രി ഇൻ ഹിന്ദി ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടൈറ്റിൽ ഓഫ് ഓറിയന്റഡ് ലേണിംഗ് ബൈ ഹിന്ദി ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, SSLC ഇക്വാലന്റ് പ്രവീൺ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭ മദ്രാസ്, അങ്ങനെ SSLC ഇക്വാലന്റ് സാഹിത്യാചാര്യ ഹിന്ദി, അതേപോലുള്ള ക്വാളിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏതാച്ചാ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ബേസിക് ഡീറ്റെയിൽസിന്റെ ഒരു ഓപ്ഷൻ അടുത്തതായിട്ട് വരും. അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് മുമ്പ് സർവീസിലെ ടീച്ചേഴ്സിന് കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ഡിസ്ട്രിക്ട് സെലക്ഷൻ എക്സാമിനേഷൻ സെന്റർ, നമ്മൾ എവിടെയാണ് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ പേര് അടിച്ചു കൊടുക്കുക, ജെൻഡർ മെയില് ഫീമെയില് എന്നുള്ളത് അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ഗാർഡിയന്റെ പേര്, ഒരെണ്ണം തെറ്റിക്കരുത്, സ്പേസുകൾ ആവശ്യമില്ലാത്ത ഡോട്ടുകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ റിലീജിയൻ അടിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കുക, OBC ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് OBC ആണെന്നുള്ളത് കൊടുക്കണം. അതിനുശേഷം ക്വാളിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ OBC ആയിരുന്നു, അബദ്ധത്തിൽ ജനറൽ കൊടുത്തുപോയി, മാർക്ക് റിഡക്ഷൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പറയരുത്. കാരണം OBC ആണെങ്കിൽ ക്വാളിഫൈഡ് ആവാൻ നമുക്ക് 82 മാർക്ക് മതി, ജനറൽ ആണെങ്കിൽ 90 മാർക്കാണ് വേണ്ടത്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ റിലീജിയൻ അങ്ങനെ കൊടുക്കുക. ദെൻ നമ്മുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത്, OBC ആണെങ്കിൽ OBC എന്നുള്ളത് സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് കാസ്റ്റ് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ദെൻ അടുത്തൊരു കാര്യം, നമ്മൾ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഡിസേബിൾഡ് അതേപോലെ മറ്റുള്ള ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്കിന്റെ റിഡക്ഷൻസ് വരുന്നുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ ആ ഒരു കോളം നമ്മൾ അവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരും, നമ്മുടെ മാർക്കിന്റെ എക്സാമിനേഷന്റെ കാര്യം വരും, അവർക്ക് ഫീലും അങ്ങനെ റിഡക്ഷൻസ് വരുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ 4 കാറ്റഗറിയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 2000 ആണ് കോസ്റ്റ് ഫീ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 എണ്ണം ചൂസ് ചെയ്തത്. നിങ്ങൾ 2 എണ്ണമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 1000 രൂപയായിരിക്കും. ഒരു കാറ്റഗറിക്ക് 500 എന്ന രീതിയിലാണ് നമുക്ക് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇമെയിൽ ID അടിച്ചു കൊടുക്കുക, എക്സാമിനേഷൻ ഫീസ്, ദെൻ ID പ്രൂഫ് ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആധാർ കാർഡാണോ, ഐഡന്റിറ്റി കാർഡാണോ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ID പ്രൂഫ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, നിങ്ങൾക്ക് വോട്ടേഴ്സ് ID കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ആധാർ കാർഡ്, പാൻ കാർഡ്, ദെൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിന്നും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞ് തരുന്ന ID കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി ID കാർഡ് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ദെൻ ID പ്രൂഫിന്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ റോൾ നമ്പർ, SSLC അതിന്റെ ഇക്വാലൻസി കാര്യങ്ങൾ കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് സേവ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്നൊരു സേവ് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒന്നുകൂടെ വായിച്ചു നോക്കാനുള്ള ഒരു വിൻഡോ വരും. അതിൽ വായിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് 2ാം തവണ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കണ്ടോ, ഈ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ വന്ന പ്രിന്റ് ഔട്ട് പ്രകാരമുള്ള ആപ്ലിക്കേഷൻ നമ്പർ ID ഒക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫീസ് റെമിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പൈസ അടയ്ക്കുക. പൈസ അടച്ച് അതിന്റെ സർട്ടിഫിക്കറ്റും അത് പോയി എന്ന് ഉറപ്പ് വരുത്തുക. അതിന്റെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് തന്നെ വെക്കുക. നമുക്ക് അപേക്ഷിക്കുന്ന ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫർദർ റെഫറൻസിന് ഇതെല്ലാം ആവശ്യമായിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾ, ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടും ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ഡൗട്ടുകൾക്കൊക്കെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ക്ലാസുകൾ നൽകുന്നത്. 58% സ്പെഷ്യൽ ഓഫറോട് കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു റിസൾട്ടിലേക്ക് നിങ്ങളെ ഉയരാനാണ് ഞാൻ ഓരോരുത്തരും ക്ഷണിക്കുന്നത്. ഇത്രയും വലിയ റിസൾട്ടുള്ള മറ്റൊരു സ്ഥാപനം ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ച് തന്നെ പറയും. കേരളത്തിൽ തന്നെ ഈ നമ്പർ 1 ആയി നിൽക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പോൾ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കണ്ട. 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കാം.
ഓക്കെ അല്ലേ? അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്